GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പദമാണ്. ചരക്ക് നികുതി സേവനം, ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് ശരിക്കും GST നടപ്പിലാക്കിയിട്ട് ഇപ്പോൾ 7 വർഷങ്ങൾ കഴിയുകയാണ്. ജൂലൈ 1-ന് 7 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ GST നമ്മുടെ നാടിന് വരുത്തിയിട്ടുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ചർച്ച ഇന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ശ്രീ വിനോദ് മാത്യു കൊച്ചിത്ര. അദ്ദേഹം ഒരു GST പ്രാക്ടീഷണറാണ്. ഒപ്പം ശ്രീ സാംസൺ വലിയപറമ്പിൽ, അദ്ദേഹം മർച്ചൻസ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റാണ്. പിന്നെ നമ്മോടൊപ്പമുള്ളത് ശ്രീ ജോജി ജോസഫ്, വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ ടോം കാവാലം, അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. 4 പേരെയും ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കൂടെ ഞാൻ വിപിൻ രാജ്. ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് ശ്രീ വിനോദ് മാത്യു കൊച്ചിത്ര, ശരിക്കും ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഈ GSTയെ നമ്മുടെ സമൂഹം സ്വാഗതം ചെയ്തത്. ഇപ്പോൾ 7 വർഷങ്ങൾ കഴിയുമ്പോൾ GSTയെക്കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഒരു GST പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക് GST നമ്മുടെ സമൂഹത്തിന് വരുത്തിയ ഗുണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദോഷങ്ങളെക്കുറിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? താങ്ക് യു വിപിൻ സാർ. ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. നമുക്ക് 2017 ജൂലൈ 1-ാം തീയതി GST ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഈ പുതിയ ഒരു നികുതി കൊണ്ടുവന്നത്. അതുവരെ നിലവിലുണ്ടായിരുന്ന വാറ്റ്, സെൻട്രൽ സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി ഇവയൊക്കെ മാറ്റിയിട്ടാണ് പുതുതായിട്ട് ഒരു ഗുഡ് സർവീസ് ടാക്സ്, ഒരു ഏകീകൃത ടാക്സ് സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ മുൻപ് ഓരോ സ്റ്റേറ്റിലും ഓരോ നികുതി റേറ്റുകളായിരുന്നു ഒരു സാധനത്തിന് തന്നെ. അത് ഏകീകരിച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റിന്, ഒരു സാധനത്തിനോ ഒരു സർവീസിനോ എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ റേറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്നുള്ളത് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് പെട്രോളിയം പ്രോഡക്ട്സ്, പെട്രോൾ, ഡീസൽ, വിദേശ മദ്യം ഇതൊക്കെയും GSTക്ക് പുറത്താണ് നിൽക്കുന്നത്. ഓരോ രാജ്യങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറയുന്നതിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ പല റേറ്റിലാണ്. 5%, 12%, 18%, 28% വരെയാണ്. അപ്പോൾ അത് തന്നെ ഒരു ഏകീകൃതമാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ടാക്സിൻ്റെ സംവിധാനത്തിലേക്ക് വേണ്ടിയാണെങ്കിൽ ഒത്തിരിയേറെ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ഈ നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്ററായി നമുക്ക് ആദ്യം തന്നെ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. ആദ്യമേ ഈ നമ്മുടെ കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ ടാക്സ് പ്രൊഫഷണൽസിനോ ഒന്നും വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളോ പരിശീലനങ്ങളൊന്നും കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു 2-3 മാസത്തെ കാലയളവിൽ, അത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു ജൂലൈ 1-നാണ് വന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ബ്രേക്ക് വന്നിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. നോട്ട് നിരോധനം നടപ്പിലാക്കി അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുൻപേ നടപ്പിലാക്കിയ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അങ്കലാപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ അതുകൊണ്ട് തന്നെ ഈ പിന്നീട് ഏതാണ്ട് 1200 ചില്ലുവാനും നോട്ടിഫിക്കേഷൻസിലൂടെയാണ് ഈ നിയമം ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് വേണം പറയാം. ടാക്സ് പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ ഇപ്പോൾ അങ്ങയുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ സഹായിക്കുക എന്നുള്ളതാണോ, വ്യാപാര സമൂഹത്തെ സഹായിക്കുക എന്നുള്ളതാണോ? അത് രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് കൃത്യമായ ടാക്സ് സർക്കാരിലേക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള ഒരു പ്രക്രിയയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക. അതെ, ഓക്കെ. അത് നമ്മൾ നിയമങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഏതൊക്കെ റേറ്റ് ഓഫ് ടാക്സിലാണെങ്കിലും കളക്ട് ചെയ്യുന്നതിലാണെങ്കിലും ഇപ്പോൾ ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിലാണെങ്കിലും ഒക്കെ ഉള്ള ഒരുപാട് ക്രൈറ്റീരിയാസ്, വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ഈ രംഗത്തുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടെ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ഈ GST പ്രാക്ടീഷണേഴ്സിന്റെ കയ്യിലാണെന്ന് തോന്നുന്നു. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പദ്ധതി നല്ലതാണ് എന്നുള്ളതാണോ അഭിപ്രായം? അതോ പദ്ധതി നല്ലതായിരുന്നു, പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയിൽ വന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നോട്ടിഫിക്കേഷൻസ് മാത്രമല്ല, സർക്കുലറുകൾ, ക്ലാരിഫിക്കേഷൻസ്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മളിപ്പോൾ ഈ GSTN എന്ന പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത് ഇൻഫോസിസ് ആണ്. അവർ അഡ്വൈസറി ഇറക്കാൻ തുടങ്ങി. ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അവരതിൽ ക്ലാരിറ്റി വരുത്തി ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി.
അതുപോലെ തന്നെ ഇപ്പോൾ 7 വർഷമായപ്പോൾ പോലും നമുക്ക് അപ്പീൽ കൊടുക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നോട്ടീസ് വന്ന് അത് ഓർഡർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് അപ്പീൽ എന്ന് പറയുന്ന ട്രൈബ്യൂണൽ സംവിധാനം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അപ്പൊ സംവിധാനങ്ങൾ അങ്ങോട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടില്ല 7 വർഷമായിട്ട്. അത് കൂടാതെ ഗവൺമെൻറ് ഓഫീസേഴ്സ്, അതായത് GST ഓഫീസേഴ്സിനും കൃത്യമായ പരിശീലനം കൊടുത്തു വരുന്നതേ ഉള്ളൂ. GST യിൽ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് വിസിറ്റ് അതൊക്കെ ഇപ്പോൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് 17-18 GST ആരംഭിച്ചത് ഫിനാൻഷ്യൽ ഇയർ. ആ വർഷത്തെ കണക്ക് നോക്കാനുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞുപോയി. 18-19 കഴിഞ്ഞു. ഇപ്പോഴും ശൈശവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും GST ശൈശവ ദിശയിൽ തന്നെയാണെന്നുള്ളതാണ്.